ഇന്ന് ഞാൻ കാണിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ഒരുപോലെ അറിയുന്ന സിമ്പിൾ റെസിപ്പിയായ നെയ്ച്ചോറാണ് അഥവാ ഗീ റൈസ്. അപ്പോൾ ഇതെങ്ങനെ ഒട്ടും കട്ട പിടിക്കാതെയും വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. നെയ്ച്ചോറ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് ജീരകശാല റൈസ് എടുത്തിട്ടുണ്ട്, വയനാടൻ കൈമ. അപ്പോൾ 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളം വേണം. അപ്പോൾ ഇതൊന്ന് നല്ല വാഷ് ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് കുതിർത്ത് വെക്കുക. എന്നിട്ടൊന്ന് അരിപ്പയിൽ ഊറ്റിയിട്ട് എടുക്കണം. 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ എടുക്കുക. അപ്പോൾ ഓയിലിന് പകരം കോക്കനട്ട് ഓയിൽ എടുക്കുമ്പോൾ നമ്മളെ നെയ്ച്ചോറ് നല്ല ടേസ്റ്റാണ്. പിന്നെ 4 ടേബിൾ സ്പൂൺ നല്ല നെയ്യ് ചേർക്കുക. പിന്നെ ഒരു ക്യാരറ്റിൻ്റെ പകുതി ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഒരു 3 ടേബിൾ സ്പൂണ്. പിന്നെ ഒരു വലിയ സവാള സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്തത് നമുക്ക് ഫ്രൈ ചെയ്യാനും പിന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് എടുക്കുക. പിന്നെ കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും വേണം. പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക. ഇനി നമുക്ക് ഇതെങ്ങനെ നെയ്ച്ചോറാക്കി എടുക്കാം നമുക്ക് നോക്കാം. ഒരു കടായിലോട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നെയ്യ് ഒന്ന് ചൂടാക്കിയെടുക്കുക. അപ്പോൾ നെയ്യ് മെൽറ്റാകുമ്പോൾ ഒനിയൻ ചേർത്ത് കൊടുക്കുക. ഒനിയൻ്റെ 3/4 ഭാഗം ഫ്രൈ ചെയ്തെടുക്കുക. ഒരു 1/4 ഭാഗം നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഇതൊന്ന് ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് മുരിച്ചിട്ടെടുക്കുക. ബ്രൗൺ കളർ ആകുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് കിസ്മിസും ഒന്ന് വറുത്തിട്ട് കോരണം. അപ്പോൾ ഇതൊന്ന് മൂപ്പിച്ചിട്ടെടുക്കുക ഈ എണ്ണയിലിട്ടിട്ട്. അപ്പോൾ ഇങ്ങനെ നല്ലോണം ഫ്രൈ ചെയ്ത് ആവണ വരെ ഒന്ന് മൂപ്പിച്ചിട്ടെടുക്കുക. അപ്പോൾ ഇതെല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്യിൽ നിന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ കംപ്ലീറ്റ് മാറ്റി കൊടുക്കുക. എന്നിട്ട് ഈ നെയ്യ് നമുക്ക് നെയ്ച്ചോറ് ദമ്മിടുമ്പോൾ ആവശ്യമുണ്ട്, അത് മാറ്റി വെക്കാം. ഇനി നമുക്ക് എങ്ങനെ നെയ്ച്ചോറാക്കി എടുക്കാൻ നോക്കാം. ഒരു ചുവട് കട്ടിയുള്ള പാത്രം എടുക്കുക. അതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അപ്പോൾ പാത്രത്തിന് കുറച്ച് വലിപ്പം ഉണ്ടാവണം, നല്ലതാണ്. നമ്മൾ ചോറ് ഇളക്കി കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അരി പൊട്ടിപ്പോകാനും ചോറൊക്കെ അങ്ങനെ കുഴഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. ഇതിലോട്ട് നമ്മൾ പട്ട, ഗ്രാമ്പു, ഏലക്ക ചേർത്ത് കൊടുക്കുക. 2 പീസ് പട്ട, 2 ഏലക്ക, ഒരു 3 ഗ്രാമ്പു ചേർത്ത് കൊടുക്കുക. പിന്നെ മാറ്റി വെച്ചിട്ടുള്ള കുറച്ച് സവാളയും ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ സവാള ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി, അധികം ബ്രൗണിഷ് കളർ ആവണ്ട. ആയിക്കഴിഞ്ഞാൽ നമ്മൾ ചോറിന് വൈറ്റ് കളർ കിട്ടൂല. ഇതൊന്ന് ജസ്റ്റ് വാടി വരുമ്പോൾ നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള അരി ചേർത്തിട്ട് ഒന്ന് വറുത്തിട്ട് എടുക്കണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് വറുത്താൽ മതി. അതിൽ ജസ്റ്റ് വെള്ളം ഒന്ന് വലിഞ്ഞ് കിട്ടിയാൽ മതി. നമ്മൾ ഊറ്റി വെച്ചിട്ടുണ്ടാകുമ്പോൾ വെള്ളം ഉണ്ടാവുമല്ലോ, അതൊന്ന് ജസ്റ്റ് ഒന്ന് മാറി കിട്ടിയാൽ മതി. ഏകദേശം 1 മിനിറ്റ് ഒന്ന് വറുത്തെടുക്കുക മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്. അപ്പോൾ ഏകദേശം 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നല്ല തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളം തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം ഒരു 15 മിനിറ്റ് മാത്രമല്ല നമ്മൾ അരി സോക്ക് ചെയ്ത് വെച്ചത്. അപ്പോൾ പിന്നെ വെള്ളത്തിൻ്റെ അളവ് കുറക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് കറക്റ്റ് വെള്ളമാണ്. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലോണം മിക്സാക്കി കൊടുക്കണം. എന്നിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കുക. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ കട്ട പിടിക്കും. നല്ല തിളച്ചിട്ട് വരുമ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞത് നമുക്ക് വെള്ളം ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഉപ്പിൻ്റെ ടേസ്റ്റ് ഒന്ന് മുന്നിട്ട് നമുക്ക് നിൽക്കണം. അപ്പോഴാണ് ചോറിൽ ഉപ്പ് പിടിക്കുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നല്ല തിളച്ച് വരുമ്പോൾ ഇതൊന്ന് മൂടി വെക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വെള്ളം ഒന്ന് വറ്റിച്ചിട്ട് എടുക്കുക. ഈ സമയത്ത് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് വെള്ളം വറ്റണ വരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഏകദേശം 3/4 ഭാഗം വെള്ളം വറ്റണ വരെ നിങ്ങൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ കുക്ക് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഏകദേശം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ കുറച്ചും കൂടി വെള്ളം വറ്റാനുണ്ട്, മുകൾ ഭാഗത്തൊക്കെ വെള്ളം വറ്റാനുണ്ട്. അപ്പോൾ ക്യാരറ്റ് ഒന്ന് വെന്ത് വരണം, മുകൾ ഭാഗത്തെ വെള്ളം ഒന്ന് വറ്റി വരണം. ഈ സമയത്ത് നമ്മൾ സിമ്മിലാക്കി കൊടുക്കണം. ഇനി നമ്മൾ സിമ്മിലാണ് കുക്ക് ചെയ്തിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഏകദേശം 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ ക്യാരറ്റൊക്കെ വെന്ത് മുകൾ ഭാഗത്തെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. പക്ഷെ കംപ്ലീറ്റ് വെള്ളം ഇപ്പോൾ ഡ്രൈ ആയിട്ടില്ല, പടിഭാഗത്ത് കുറച്ചും കൂടി വെള്ളമുണ്ട്. ഈ സമയത്ത് നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കണം. നെയ്യ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഫ്ലെയിം ലോലാക്കിയിട്ട് വെക്കണം. നമ്മൾ ഉള്ളി പൊരിച്ച് വെച്ചിട്ടുള്ള നെയ്യില്ലേ, ആ നെയ്യ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഗാർണിഷ് ചെയ്യാൻ മാറ്റി വെച്ചിട്ടുള്ള ഉള്ളിയിൽ നിന്ന് കുറച്ച് ഭാഗം ഇപ്പോൾ ദം ചെയ്യാൻ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ദം ചെയ്യുമ്പോൾ കംപ്ലീറ്റ് വെള്ളം വറ്റി ഡ്രൈ ആവരുത്, കുറച്ച് വാട്ടർ കണ്ടൻറ്റ് ഉണ്ടാവണം. അപ്പോഴാണ് ദം ചെയ്യുമ്പോൾ കറക്റ്റ് നമ്മൾ ചോറ് പാകമായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് മൂടി വെച്ചിട്ട്
ഏകദേശം ഒരു 10 മിനിറ്റ് ദം ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് ദം ചെയ്തിട്ടെടുക്കുക. ഞാനിവിടെ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ്, സിമ്മിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പാനിൻ്റെ മുകളിൽ വെച്ചിട്ട് ദം ചെയ്തിട്ടെടുക്കുക. ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് തുറന്ന് നോക്കാം. കണ്ടപ്പോൾ ചോറ് കറക്റ്റ് ദമ്മായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ കറക്റ്റ് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നോക്കാം അരിയൊക്കെ വെന്തിക്കണമെന്ന്. അപ്പോൾ അത് ചോറൊക്കെ കറക്റ്റ് വെന്തിക്കണ്, ഒന്നും ഒട്ടി പിടിച്ചിട്ടില്ല, കറക്റ്റ് ഭാഗമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഈ സമയത്ത് ഒന്ന് ഇളക്കി കൊടുക്കരുത്. അപ്പോൾ ഓഫാക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റ് മൂടി വെക്കണം. അപ്പോൾ ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം കറക്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചൂടോടെ ഇളക്കി കൊടുക്കുമ്പോൾ ചോറ് പൊട്ടിപ്പോകാനോ ഒക്കെ ചാൻസ് ഉണ്ട്. അതിനെക്കൊണ്ടാണ് 10 മിനിറ്റ് ഇളക്കരുതെന്ന് പറഞ്ഞത്. ഇനി നമ്മൾ നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് കൊടുക്കണം. നമ്മൾ സെർവ് ചെയ്യുന്ന മുന്നേ നല്ലോണം നെയ്ച്ചോറ് മിക്സാക്കി കൊടുക്കുക. ഇനി നമുക്ക് സെർവ് ഡിഷിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള, ഒട്ടും കട്ട പിടിക്കാതെ അധികമൊന്നും നെയ്യൊന്നും ഇല്ലാത്ത ഗീ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസൊക്കെ വെച്ചിട്ട് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായമൊക്കെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം.